റാന്നിയിൽ ശബരിമല സ്വർണ്ണക്കൊള്ള കേസ് പ്രധാന പ്രചാരണ വിഷയമാക്കി UDF. പോറ്റിയെ കേറ്റിയെ എന്ന പാരടി പാട്ടുപാടിയാണ് UDF സ്ഥാനാർത്ഥി പഴകുളം മധുവിന്റെ പ്രചാരണം. ഇതിനെതിരെ തിരുവാഭരണ പാത സംരക്ഷണ സമിതി ചീഫ് ഇലക്ടറൽ ഓഫീസർക്ക് പരാതി നൽകി. മതവികാരം വ്രണപ്പെടുത്തുന്ന രീതിയിൽ സ്ഥാനാർത്ഥി വോട്ട് പിടിക്കാൻ ശ്രമം നടത്തുന്നുവെന്നാണ് പരാതി. അയ്യപ്പന്റെ സ്വത്ത് കൊള്ളയടിച്ചവർക്ക് അയ്യപ്പന്റെ മണ്ണ്, സത്യമുള്ള മണ്ണ് മാപ്പ് കൊടുക്കില്ല. അയ്യപ്പന്റെ സ്വത്ത് കൊള്ളയടിച്ചപ്പോൾ മിണ്ടാതിരുന്ന മൗനിയായിരുന്ന മന്ത്രിമാർക്ക്, കൊള്ളക്കാർക്ക് പിന്നിൽ ഒളിച്ച ഇവിടുത്തെ റാന്നിയുടെ ജനപ്രതിനിധിക്കെതിരായി ഈ നാടിന്റെ മക്കൾ പ്രതികരിക്കും. ഈ തെരഞ്ഞെടുപ്പ് ജാതിക്കെതിരെയുള്ള തെരഞ്ഞെടുപ്പാണ്, വഞ്ചനയ്ക്കെതിരെയുള്ള തെരഞ്ഞെടുപ്പാണ്. അതുകൊണ്ട് റാന്നിയിൽ നമുക്ക് വർദ്ധിച്ച ആത്മവിശ്വാസമുണ്ട്. നിങ്ങളെല്ലാവരും എന്നോടൊപ്പം ഉണ്ടെങ്കിൽ നമുക്ക് മുന്നേറാം. എന്നാൽ താൻ തെരഞ്ഞെടുപ്പ് ചട്ടലംഘനം നടത്തിയിട്ടില്ലെന്നും കുറ്റകൃത്യത്തിനെതിരെ പ്രസംഗിക്കുന്നതിൽ തെറ്റില്ലെന്നുമാണ് പഴകുളം മധുവിന്റെ നിലപാട്. പ്രവീൺ പുരുഷോത്തമൻ കൂടുതൽ വിവരങ്ങളുമായി പത്തനംതിട്ടയിൽ നിന്ന് നമുക്കൊപ്പം ചേരുകയാണ്. പ്രവീൺ, റാന്നിയിൽ UDF ശബരിമല സ്വർണ്ണക്കൊള്ള ഒരു പ്രധാന പ്രചാരണ ആയുധമാക്കി മാറ്റുന്നതിനിടയിലാണ് ഈ പാരഡി പാട്ട് കൂടി പാടി പ്രചാരണത്തെ ഒന്നും കൂടി ആവേശമേറ്റിയത് പഴകുളം മധു. പക്ഷേ പാരഡിയിൽ പെട്ടോ? ശബരിമല ക്ഷേത്രം ഉൾപ്പെടുന്ന നിയമസഭാ മണ്ഡലമാണ് റാന്നി. അവിടെ UDF സ്ഥാനാർത്ഥിയായി KPCC ജനറൽ സെക്രട്ടറി കൂടിയായിട്ടുള്ള പഴകുളം മധുവാണ് മത്സരിക്കുന്നത്. UDF സ്ഥാനാർത്ഥി പോറ്റിയെ കേറ്റിയെ എന്ന പാരഡി ഗാനം പ്രചാരണത്തിൽ ഉപയോഗിക്കുന്നുണ്ട്. അദ്ദേഹം ആ പാട്ട് പാടി തന്നെയാണ് പ്രചാരണം നടത്തിയത്. അത് UDF ശബരിമല സ്വർണ്ണക്കൊള്ള കേസ് റാന്നി മണ്ഡലത്തിൽ LDFനെതിരെ പ്രധാന പ്രചരണായുധമാക്കുന്നു. അതിൻ്റെ ഒരു നിർപ്പത്രം തന്നെയാണ് ഈ പാട്ട് പാടിയുള്ള പ്രചാരണം എന്നുള്ളത്. പക്ഷേ അതിനെതിരെ തിരുവാഭരണ പാത സംരക്ഷണ സമിതിയുടെ പ്രതിനിധിയായിട്ടുള്ള പ്രസാദ് കുഴിക്കാല ചീഫ് ഇലക്ടറൽ ഓഫീസർക്ക് പരാതി നൽകിയിരിക്കുന്ന പരാതിയിൽ പറഞ്ഞിരിക്കുന്നത് ഇത് മണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഈ പോറ്റിയെ കേറ്റി എന്നുള്ള പാട്ട് ഉപയോഗിക്കുന്നത് മൂലം മതപ്രകാരം പണപ്പെടുത്താൻ ഇടയാകും. അതുകൊണ്ട് അതിനെതിരെ നടപടി വേണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് പ്രസാദ് കുഴിക്കാല തിരുവാഭരണ പാത സംരക്ഷണ സമിതി സെക്രട്ടറി ഈ ചീഫ് ഇലക്ടറൽ ഓഫീസർക്ക് പരാതി നൽകിയിരിക്കുന്നത്. അതിനുള്ളൊരു മറുപടി കൂടി ഇപ്പോൾ UDF സ്ഥാനാർത്ഥിയായിട്ടുള്ള പഴകുളം മധു പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത് താനൊരു അഭിഭാഷകനാണ്, തനിക്ക് നിയമം കൃത്യമായി അറിയാം. ഈ ഒരു പാട്ട്, പാരഡി പാട്ട് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ ഉപയോഗിക്കുന്നത് നിയമവിരുദ്ധമല്ല എന്ന് പറയുന്നു. ശബരിമല സ്വർണ്ണക്കൊള്ള കേസ് ഒരു ക്രൈമാണ്, ഒരു കുറ്റകൃത്യമാണ്. ആ കുറ്റകൃത്യം സംബന്ധിച്ച് പാട്ട് പാടുന്നതും ഒപ്പം തന്നെ പ്രസംഗിക്കുന്നതും തെറ്റല്ല, അത് നിയമവിരുദ്ധമല്ല എന്നാണ് UDF സ്ഥാനാർത്ഥിയുടെ ഒരു പ്രസ്താവന എന്നുള്ളത്. അതേസമയം ഇടതുപക്ഷം പറയുന്നത്, ഇടത് സ്ഥാനാർത്ഥി പ്രമോദ് നാരായൺ പറയുന്നത് അത് നേരത്തെ തന്നെ ഈ ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ഇടത് സ്ഥാനാർത്ഥി നിലപാട് വ്യക്തമാക്കിയിട്ടുള്ളതാണ്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ സർക്കാർ അതിൻ്റേതായിട്ടുള്ള നിയമപരമായിട്ടുള്ള നടപടികളിലേക്ക് പോവുകയും മുഴുവൻ പ്രതികളെയും അന്വേഷണ സംഘം കണ്ടെത്തുകയും ജയിലിലാക്കുകയും ചെയ്തിട്ടുണ്ട്. അതായത് ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ഇടത് സർക്കാർ ചെയ്യാവുന്നതൊക്കെ ചെയ്തിട്ടുണ്ട്. അത് ജനത്തിന് തിരിച്ചറിയാമെന്നാണ് LDF സ്ഥാനാർത്ഥി പ്രമോദ് നാരായൺ വ്യക്തമാക്കിയത്. അതേസമയം തന്നെ ഇപ്പോൾ UDF സ്ഥാനാർത്ഥി പഴകുളം മധു ഈ പോറ്റിയെ കേറ്റിയെ എന്നുള്ള പാട്ട് പ്രചാരണത്തിൽ ഉപയോഗിക്കുന്നു. അതിനെതിരെ ഇപ്പോൾ ചീഫ് ഇലക്ടറൽ ഓഫീസർക്ക് ഒരു പരാതിയും പോയിരിക്കുന്നു. പ്രവീൺ പുരുഷോത്തമനാണ് വിശദാംശങ്ങളുമായി ചേർന്നത്.